അരവിന്ദ്, ആരൊക്കെയാണ് സംസ്കാര ചടങ്ങിൽ പ്രധാനമായി പങ്കെടുക്കുന്നത് കോൺഗ്രസിനപ്പുറത്ത്? കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിലാപയാത്രയെ അപലപിക്കുന്നു, വിലാപയാത്രയ്ക്കൊപ്പം പോകുന്നുണ്ട്. ഇതുകൂടെ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് കാണാൻ മനസ്സിലാകുന്നത്. പൂർണ്ണ സൈനിക ബഹുമതിയോട് കാണുമ്പോൾ ഈ കരസേന അടക്കമുള്ള മേധാവിമാരും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ബുദ്ധുഗഡിലാണ് സംസ്കാര ചടങ്ങുകൾ നൽകുക. നേരത്തെ സ്മാരക സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരം തർക്കങ്ങളൊന്നുമില്ലെന്നും ഈ സ്മാരകത്തിന് പ്രത്യേകം ഇടം നൽകുമെന്നും ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരും മണിക്കൂറുകളിലും ഉണ്ടാകും. എന്തായാലും കേന്ദ്രത്തിന്റെ ഒരു പൂർണ്ണ പിന്തുണ ഇതിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം പ്രധാനമായും കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് തന്നെ സ്മാരക സ്ഥലവും അനുവദിക്കണമെന്ന്. എന്നാലും ആ ആവശ്യം അനുവദിച്ചിട്ടില്ല. 2014 UPA കാലഘട്ടത്തിലാണ് അത്തരം ഒരു രാഷ്ട്രീയ സ്മൃതി ചെല്ലുന്ന സ്ഥലത്ത് ഈ പ്രധാനമന്ത്രിമാരാകട്ടെ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ വഹിക്കുമ്പോൾ അവിടെ ഒരു ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. എന്തായാലും ആ പ്രത്യേക സ്മാരക സ്ഥലത്തിന് ഇടം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മൻമോഹൻ സിംഗിന് വേണ്ട ആദരവ് നൽകുമെന്ന് തന്നെ രാജ്യം വ്യക്തമാക്കുന്നു. എന്തായാലും 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, വീണ്ടും ധൻസുബോധിലേക്ക് പോകുന്നു. ധൻസുബോധ്, വിലാപയാത്ര നടക്കുന്നു. ആരൊക്കെയാണ് വിലാപയാത്രയ്ക്കൊപ്പമുള്ള നേതാക്കൾ? ഒപ്പം തന്നെ എത്ര സമയമെടുക്കും സംസ്കാര സ്ഥലത്തേക്ക് എത്താൻ? കൃത്യ സമയത്ത് തന്നെ സംസ്കാരം നടക്കുമെന്നല്ലേ അറിയുന്നത്? ഈ ഡൽഹി AICC ആസ്ഥാനത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് നിഗംബോധ് ഘട്ട്. അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൈനിക ട്രക്കിൽ, ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുപോകുന്ന സൈനിക ട്രക്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഒപ്പമുള്ളത്. ഇതുകൂടാതെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. പിന്നീട് തൊട്ടു പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി ഒരു പ്രത്യേക വാഹനത്തിൽ, പ്രിയങ്ക ഗാന്ധി അവരുടെ വാഹനത്തിൽ തന്നെയാണ് പോകുന്നത്. ഇതുകൂടാതെ ബാക്കിയുള്ള വാഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നേതാക്കന്മാരോട് അറിയിച്ചിരിക്കുന്നത് വാഹനങ്ങൾ AICC തന്നെ പാർക്ക് ചെയ്ത് നിഗംബോധ് ഘട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നേതാക്കന്മാർക്ക് പ്രത്യേക വാഹനമാണ് ഒരുക്കിയിരിക്കുന്നത്. MP മാർ സഞ്ചരിക്കാൻ വേണ്ടി ഒരു തുറന്ന വാഹനം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ജബി മേത്തർ അടക്കമുള്ള MP മാർ ഈ തുറന്ന വാഹനത്തിൽ തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ NK പ്രേമേന്ദ്രൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ MP മാരും കേരളത്തിൽ നിന്നുള്ള MLA മാർ മാത്യു കുളനാടൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ MLA മാർ ഇതിനകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അടുത്ത വാഹനങ്ങളിലായി, ഓരോ വാഹനങ്ങളായി അങ്ങോട്ട് ഈ നിഗംബോധ് ഘട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അക്ബർ റോഡിൽ എങ്ങും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മൻമോഹൻ സിംഗിൻ്റെ ഉദ്ധരണികളും മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മകൾ തുളുമ്പുന്ന ഒരു വാചകങ്ങൾ തന്നെയാണ് ഇവിടെയെല്ലാം എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു അക്ബർ റോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഇത് ഈ ചൗക്കിൽ പ്രധാനമന്ത്രിയുടെ ഓർമ്മകൾ അലയടിക്കുന്ന സന്ദേശങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനങ്ങൾ ഓരോന്നായി അകമ്പടി വാഹനങ്ങൾ നിഗംബോധ് ഘട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഗംബോധ് ഘട്ടിൽ അവിടെ യാത്ര 11 മണി കഴിയുമ്പോഴാണ് സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. 11:30യോടുകൂടി തന്നെ സംസ്കാരം നടക്കും. കാര്യം അന്തിമ ചടങ്ങുകൾ ആദ്യം വസതിയിൽ നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഈ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പായിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അത് നടത്തുന്നത് നിഗംബോധ് ഘട്ടിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുശരൻ ഭാര്യയും മക്കളും 3 പെൺമക്കളും അടക്കമുള്ളവരാണ് മറ്റൊരു വാഹനത്തിൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഉള്ളത്. അവർ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് സൈനിക വാഹനങ്ങൾ ഓരോന്നായിട്ട് തന്നെ ഇപ്പോൾ നിഗംബോധ് ഘട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അവിടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതി കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാര്യം ഒരു മുൻ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു പുതിയ ഭാരതം രാജ്യം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് യാത്ര നൽകുകയാണ്. AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹവുമായുള്ള വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. നിഗംബോധ് ഘട്ടിലേക്കാണ് വിലാപയാത്ര. അവിടെയാണ് സംസ്കാരം നടക്കുക. സംസ്കാര ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്.